ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വീട്ടിൽ വെള്ളം കയറിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഇറങ്ങി മൂന്നാമത്തെ ദിവസം കേട്ടോ. 3 ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയ ശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു നമ്മൾ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതുവരെയാണ് വെള്ളം കയറിയത്. 2018 വെള്ളം കയറിയ സമയത്ത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ മുകളിൽ അത് സെൻസൈഡ് വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. വാതിലൊക്കെ നമ്മൾ അഴിച്ചു വെച്ചതുകൊണ്ടാണ് അത്രയും ചെളിയൊന്നും ആവാത്തത്. ജനവാതിലൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇക്കേൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്നാണ് ക്ലീൻ ചെയ്തത്. നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ എല്ലാവർക്കും. പിന്നെ നമ്മൾ ഈ വാഷ് ബേസിനൊക്കെ നമ്മൾ അഴിച്ച് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ കബോർഡ് നമ്മൾ ഊരി വെച്ചില്ല, കാരണം അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് വെള്ളം വന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ടേബിള്, ബാക്കിയുള്ള എല്ലാ മെറ്റീരിയലും നമ്മൾ വീടിൻ്റെ മുകളിൽ എത്തിച്ചതാണ്. ഇത് ഉമ്മാൻ്റെ റൂമാണ്. ഉമ്മാൻ്റെ റൂമിൽ അലമാറ ഒക്കെ ഭയങ്കര വെയിറ്റുള്ള സാധനമാണ്. അതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ മുകളിൽ എത്തിച്ചു. തിരിച്ചത് ഇറക്കാനും ഇക്കാൻ്റെ ഫ്രണ്ട്സുകളും ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അനിയത്തിയും അമ്മോൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ 3 സ്റ്റെപ്പ് വരെയാണ് കേട്ടോ വെള്ളം കയറിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് വല്ലാണ്ട് ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ സോപ്പും പൊടിയും ക്ലോറക്സും ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആക്കിയതുകൊണ്ട് കുറച്ച് നീറ്റ് ആൻഡ് ക്ലീനിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ റൂമാണ്. നമ്മുടെ റൂമിൽ അലമാര ഉണ്ടായിരുന്നു. അലമാരൊക്കെ ഓൾറെഡി അടിയൊക്കെ ചീഞ്ഞ് പോയതുകൊണ്ട് നമ്മളതിൽ സാധനങ്ങളൊന്നും വെക്കാൻ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഡോറൊക്കെ അഴിച്ച് വെച്ചതാണ്. അപ്പോൾ കർട്ടനുകളൊക്കെ നമ്മൾ ഇന്ന് കുടുക്കി വെച്ചതാണ്. അതെല്ലാം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കിച്ചണൊക്കെ ഏകദേശം ക്ലീൻ ചെയ്തു. പക്ഷേ നമ്മൾ എല്ലാ സാധനങ്ങളൊന്നും മുകളിൽ നിന്ന് ഇറക്കിയിട്ടില്ല. കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് താഴോട്ട് ഇറക്കിയത്. റാക്കിൻ്റെ മുകളിലൊരു സാധനവും ഇല്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം വേണ്ട മഞ്ഞപ്പൊടി, മുളകും പൊടി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രിഡ്ജ് നമ്മൾ മുകളിൽ കയറ്റിയിരുന്നത് ഇപ്പം ആവശ്യം വന്നപ്പോൾ അത് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ക്ലീനാക്കി. എന്തായാലും നമുക്കൊരു അവസരം കിട്ടി വീടൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. വയനാട് സംഭവിച്ചത് ഓർക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഇന്നത്തെ ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. നല്ല ചോറുണ്ട്, പിന്നെ മുളക് ചുട്ടരച്ച ചമ്മന്തി ഉണ്ട്, ചെമ്മീൻ തേങ്ങ അരച്ച കറിയും ഉണ്ട്. പിന്നെ പുറത്ത് നമുക്ക് കിച്ചൺ വെച്ചാൽ വർക്ക് ഏരിയ പോലെയാണ്. നമ്മളിവിടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത്. പാത്രങ്ങളൊക്കെ നമ്മൾ പിന്നെ കഴുകി കൊണ്ടുവന്ന് വെച്ചതാണ്. ഏകദേശം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഈ അടുപ്പിലൊക്കെ വെള്ളം നിറഞ്ഞതുകൊണ്ട് കത്തിക്കാനൊരു പ്രയാസമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങണം. പുറത്തും നമ്മൾ കുറച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് സാധാ പോലെ ആണെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. കാരണം നമ്മൾ പെട്ടെന്നല്ലേ സാധനങ്ങൾ മുകളിൽ വെച്ച് പെട്ടെന്നൊരു ദിവസം ഇറക്കുക. ആ ഒരു ഡെയിലി റുട്ടീനിൽ വരാൻ കുറച്ച് ആവും. എന്നാലും കുഴപ്പമില്ല. ഫുള്ള് വേസ്റ്റ് ഒക്കെ ഒഴിച്ച് പോയത്. അപ്പം ആ കാറ് അതാ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് വെള്ളം നമുക്ക് വരിക. പിന്നെ വീടിൻ്റെ മുകളിൽ ഓഫീസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ സാറിൻ്റെ ബുക്കൊക്കെ അവിടെയാണ് കൊണ്ടുപോയി വെച്ചത്. ഇതിലൊക്കെ സാറിൻ്റെ ബുക്കാണ്. ഫസ്റ്റ് നമ്മൾ എത്തിച്ചത് സാറിൻ്റെ ബുക്കാണ്. അപ്പോൾ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മളെ കയ്യിലുണ്ട്. എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയത് സാറിൻ്റെ ഈ ബുക്കാണ്. താങ്ക് യു സർ.